കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും തൂക്ക് ഭരണസമിതിയായിരിക്കും അധികാരത്തിലെത്തുകയെന്ന് ഉറപ്പായി. UDFനും LDFനും 5 വീതം സീറ്റുകളാണ് ലഭിച്ചത്. BJPക്ക് 2ഉം 2 സ്വതന്ത്രന്മാരും വിജയിച്ചിട്ടുണ്ട്. ഇതോടെയാണ് തൂക്ക് ഭരണസമിതി നിലവിൽ വരാനുണ്ടായ സാഹചര്യം. കല്ലൂർക്കാട് ഇത്തവണയും തൂക്ക് ഭരണസമിതിയായിരിക്കും അധികാരത്തിലെത്തുക. 2 BJP ജനപ്രതിനിധികളും 2 സ്വതന്ത്രരുമാകും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക. UDF 5, LDF 5, BJP 2, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. UDFൽ നിന്ന് വിമതരായി മത്സരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബിയും സിനി മനോജും UDFനൊപ്പം ചേർന്നാൽ പഞ്ചായത്തിൽ UDF വീണ്ടും അധികാരത്തിലെത്തുമെങ്കിലും ഇവർ 2 പേരും മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ UDF അംഗീകരിക്കേണ്ടി വരും. ഇരുവരും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പലവട്ടം UDFനെയും കോൺഗ്രസിനെയും വെട്ടിലാക്കിയ ആളാണ് സുജിത് ബേബി. പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ഇദ്ദേഹത്തെ ആദ്യം കോൺഗ്രസും പിന്നീട് കേരള കോൺഗ്രസും പുറത്താക്കിയതുമാണ്. കോൺഗ്രസിലെ ശക്തനായ ഫ്രാൻസിസ് ജോർജ് തെക്കേക്കരയെ പരാജയപ്പെടുത്തിയാണ് വൻ ഭൂരിപക്ഷത്തോടെ സുജിത് ബേബി വിജയിച്ചത്. ഇത് പാർട്ടി നേതൃത്വത്തിനും തിരിച്ചടിയായി. BJP പ്രതിനിധികളായി മത്സരിച്ച് വിജയിച്ച സുമിത സാബു, സനിമോൻ എന്നിവരുടെ നിലപാടുകളും നിർണായകമാകും. BJP അംഗങ്ങളെ ഒപ്പം നിർത്താതെ ഇരുമുന്നണികൾക്കും ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസയുണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. Haiza curry powder, the taste of royalty.